ശക്തി വേണം. എന്തിനു വേണ്ടി? അനുസരണത്തിന് വേണ്ടി, താഴുന്നതിന് വേണ്ടി, ക്രിസ്തുവിനെ പോലെ ആകുന്നതിന് വേണ്ടി. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? സുവിശേഷ നിമിത്തം. നീതി അറിഞ്ഞുകൂടാത്തവരുടെ ഇടയിൽ നീതി എന്തെന്ന് കാണിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. നീതി നിമിത്തം അപ്പോൾ ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവും ആയി നിൽക്കുവാൻ ദൈവത്തിൻ്റെ കരുണ വലിയതായിരിക്കാൻ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ നേരത്തെ പാടിയ ഒരു പാട്ടുണ്ടല്ലോ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ആ വാക്യം എവിടാണെന്ന് അറിയാമോ? ഫിലിപ്പിയറിലുണ്ട്. ഫിലിപ്പിയർ 2 10 അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാണ്? ജീവിച്ചിരുന്നതിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ യേശുവാണ്. എന്തുകൊണ്ടായിരിക്കും? അവൻ അതിൻ്റെ മുമ്പിൽ പറഞ്ഞു, എന്തായിരുന്നു? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇത്രയും അനുസരണം കാണിക്കണമെങ്കിൽ ചില്ലറ ശക്തിയൊന്നും പോരാ. നമ്മൾ പറയും ശക്തി പോരാ, ആരാധനയ്ക്ക് ശക്തി പോരാ എന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ശക്തി വേണ്ടത്? എന്തിനാണ്? അനുസരണത്തിനാണ് നമുക്ക് ശക്തി വേണ്ടത്. അനുസരണക്കേടിന് നമുക്ക് ശക്തിയുടെ ആവശ്യമില്ല. അനുസരിക്കണമെങ്കിൽ നമുക്ക് ശക്തി വേണം. അപ്പോൾ ശക്തനായ ഈ കർത്താവിൻ്റെ മക്കളെന്നുള്ള നിലയിൽ കർത്താവ് നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എഫേഷ്യൻസ് 4:14 അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പം നമ്മളുടെ ഒരു ഡ്യൂട്ടി ഉണ്ട്, നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി? ക്രിസ്തു എന്ന തലയോളം വളരണം. വചന കേൾവി കൊണ്ട് നമുക്കുണ്ടാകുന്ന ലാഭം എന്താണ്? നേട്ടം എന്താണ്? ക്രിസ്തു എന്ന തലയോളം വളരാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു പടി കൂടെ ഉയരണം. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആത്മീകമായി എനിക്കൊരു എന്ത് വേണം? ശക്തി വേണം. എന്തിനു വേണ്ടി? അനുസരണത്തിന് വേണ്ടി, താഴുന്നതിന് വേണ്ടി, ക്രിസ്തുവിനെ പോലെ ആകുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾക്കൊരു വ്യത്യാസം കാണും. നമ്മൾ ഇന്ന് വരെ ചിലപ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ ലോകം നമ്മളോട് പറയുന്ന രീതിയിലുള്ള ഒരു ജീവിതക്രമമല്ല വേദപുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ലോകം നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കഥകളുണ്ട്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയും. നീ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെ പ്രവർത്തിക്കണം, എങ്കിൽ മാത്രമേ നിനക്ക് വിജയമുണ്ടാവൂ എന്ന് പറയുമ്പോൾ കർത്താവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവ് വിജയിക്കാൻ വേണ്ടി അല്ല. കർത്താവ് എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചത്? അനുസരിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ആരെ? പിതാവായ ദൈവത്തെ പ്രീതിപ്പെടുത്താനും അവൻ്റെ വാക്കുകളെ അനുസരിക്കാനും വേണ്ടിയാണ് കർത്താവ് തൻ്റെ ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് മാതൃകയാക്കി കാണിച്ചത്. നമ്മുടെ ദൗത്യവും അത് തന്നെയാണ്. കർത്താവിൻ്റെ മക്കൾ അങ്ങനെയാണെങ്കിൽ അപ്പൻ എങ്ങനെ ആയിരിക്കും അതുപോലെ ആയിരിക്കണം മക്കളും. അങ്ങനെയാണെങ്കിൽ നമ്മുടെയും അനുസരണം എത്രത്തോളമാണ് ഉയരേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ശക്തിയുള്ളവരാകണം, പരിശുദ്ധാത്മാവിനാലുള്ള ശക്തിയാൽ നമുക്ക് എത്രത്തോളം നിറയാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. മത്തായി 5:20 നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നമ്മൾ കുഴപ്പമില്ല, നിങ്ങളുടെ നീതിയല്ലേ, നിങ്ങൾ പറയണം നിങ്ങളുടെ നീതി, എൻ്റെ നീതി. പക്ഷെ ഒന്ന് സ്വയം ഒന്ന് പറഞ്ഞു നോക്കൂ, എൻ്റെ നീതി
ഇത് പറഞ്ഞതാരാണ്? യേശുവാണ് പറഞ്ഞതല്ലേ? നിങ്ങളുടെ നീതി എവിടെ ഇരുന്ന് പറഞ്ഞു? മലമേൽ കയറി പുരുഷാരത്തെ കണ്ട് മലമേൽ കയറി ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു വാക്യമാണിത്. നിങ്ങളുടെ നീതി എന്ന് യേശു പറഞ്ഞെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ഏറ്റെടുക്കണം? എൻ്റെ നീതി എങ്ങനെ ആയിരിക്കണം? ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല? സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് യേശു എന്നോട് പറയുന്നു. അപ്പൊ യേശു എന്നോട് പറയുന്ന ഒരു വാക്ക് എന്താണ്? എൻ്റെ നീതി എന്തായിരിക്കണം? ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയണം. അപ്പൊ ഇവിടെ നീതി എന്ന ഒരു പദമുണ്ട്. എൻ്റെ നീതി. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അതിനു മുമ്പ് തന്നെ ഒരു വാക്യമുണ്ട്, 5:10 എന്താണ് പറയുന്നത്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. എന്താണ് പ്രതിഫലം? എന്താ? സ്വർഗരാജ്യം. അപ്പോൾ നീതി എന്ന പദം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പദമാണ്. നീതി നമ്മൾ നീതിയും ന്യായവും എന്ന് പറയും അല്ലേ? നീതി ന്യായ വ്യവസ്ഥിതിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജയിലിൽ പോയാലും തിരിച്ചു വരും എന്ന് ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നത്തെ കാലത്ത്. അപ്പൊ നീതിയും ന്യായവും എന്ന് പറയുന്നത് ഒരേ അർത്ഥത്തിൽ, ഒരേ അച്ചിലിട്ടാണ് നമ്മളെല്ലാം സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്നു, നീതിയെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നു. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ ഞാൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഡെഫിനറ്റ് ആയിട്ട് കർത്താവ് പറയാണ്, പേടിക്കണം. ഹലോ, ഇപ്പൊ 2 കൂട്ടരാണുള്ളത് അല്ലേ? ഒരു കൂട്ടർ ഇവിടെ അക്കോർഡിംഗ് ടു ഈ വേർഡിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് സ്വർഗരാജ്യത്തിൽ കടക്കുന്നവരും മറ്റൊന്ന് സ്വർഗരാജ്യത്തിൽ കടക്കാത്തവരും. 2 കൂട്ടരേ ഉള്ളൂ ഈ വാക്യം നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ കടക്കുന്നവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? നീതി. ആരുടെ നീതിയെ കവിയുന്നു? ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നവരും കവിയാത്തവരും. ഇപ്പൊ നീതിമാന്മാര് തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മുടെ നീതി എന്തിൽ കവിയണം? ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയണം. അപ്പോ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ഇഷ്യൂ ആണ്. എപ്പോഴും വിനു ബ്രദർ പറയല്ലോ, സീരിയസ് ആണ്. നമ്മൾ വിചാരിക്കും എന്താണ്? ആശുപത്രിയിൽ പോകുന്ന കാര്യമല്ല. ഇതെന്താണ്? സ്വർഗരാജ്യത്തിന്റെ കഥയാണ്. സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മൾ ഇത്രയും വിഷമിച്ച് അല്ലെങ്കിൽ ഇത്രയും 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരിക്കുന്ന മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം. നമ്മുടെ ജീവിതം 24/7 ആണ്. ഹല്ലേലൂയ. അല്ലേ? അങ്ങനെയാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോഴല്ല നമ്മുടെ ആത്മീയ ജീവിതം ശരിക്കും പ്രകടമാകേണ്ടത്. നമ്മുടെ ആത്മീയ ജീവിതം പ്രകടമാകേണ്ടത് വെളിയിലാണ്. നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ, നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ എന്താകണം? നീതിമാന്മാരാകണം. അവിടെ നീതിയുള്ളവരാകണം. എന്താണ് ആ നീതി? നീതി അറിഞ്ഞുകൂടാത്തവരുടെ ഇടയിൽ നീതി എന്തെന്ന് കാണിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. നീതി നിമിത്തം അപ്പോൾ ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കും. നീതി അറിഞ്ഞുകൂടാത്തവരുടെ മുമ്പിൽ നീതി എന്തെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ നമുക്ക് കുറെ വേദനയുണ്ട്. തന്നെത്താൻ ഒഴിച്ച് ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിനോളം അനുസരണം കാണിച്ച കർത്താവിനെ പോലെ നമ്മെ തന്നെ ഒഴിച്ച് ദാസരൂപമെടുത്ത് തന്നെത്താൻ ഒഴിച്ച് താഴ്ന്ന് അനുസരണം കാണിക്കുന്ന ആ നീതീകരണത്തിലേക്ക് നടന്നു പോകാൻ നമുക്ക് ഒരു കൃപ വേണം. ആ കൃപയില്ലെങ്കിൽ നമ്മുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുകയില്ല. അത് കവിഞ്ഞില്ലെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് വേദപുസ്തകം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു? നമ്മുടെ റെസ്പോൺസ് എന്താണ്? അപ്പൊ സ്വർഗരാജ്യം എന്ന് പറയുന്ന ഒരു പദം ഇവിടെ പറയുന്നുണ്ട്. സ്വർഗരാജ്യം. ഈ സ്വർഗരാജ്യം എന്ന പദം പറയുന്നത് മത്തായിലാണ് കൂടുതലും സ്വർഗരാജ്യം എന്ന ടേം ഉപയോഗിക്കുന്നത്. പക്ഷെ മറ്റ് സുവിശേഷങ്ങളിൽ പറയുന്നത് ദൈവരാജ്യം എന്നാണ്. സ്വർഗരാജ്യവും ദൈവരാജ്യവും ഈ ഒരു പദങ്ങളുടെ വ്യത്യാസം കിടക്കുന്നതുകൊണ്ട് പലരും എന്ത് ചെയ്യുന്നില്ല, ഇതിനെ പറയുമ്പോഴത്തേക്ക് അതിലെ കുറച്ച് ദൈവരാജ്യം അതാണ്, സ്വർഗരാജ്യം ഇതാണ്, അതങ്ങനെയല്ല നിങ്ങൾ എന്നൊക്കെ പറയുന്ന പലതും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കിങ്ങനെ ഒരേ കാര്യത്തെ തന്നെ യേശു ഇവിടെ ഗിരിപ്രഭാഷണത്തിൽ ഇവിടെ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ ലൂക്കിൽ ദൈവരാജ്യം എന്ന് യേശു തന്നെ പദം മാറ്റി പറയുന്നുണ്ട്.
അപ്പൊ നമുക്ക് തൽക്കാലം വേറെ എന്തോ ആയിക്കോട്ടെ, തിയോളജി എന്തോ ആയിക്കോട്ടെ, നമുക്ക് ജീവിച്ചാൽ മതിയല്ലോ. എങ്ങനെ? ആത്മീയരായിട്ട് സ്വർഗരാജ്യത്തിൽ പോകുന്നതിന് വേണ്ടി ജീവിച്ചാൽ മതി. രണ്ടും ഒന്നായിട്ട് തന്നെ നമുക്ക് തൽക്കാലം ഒന്ന് കരുതിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ശരിക്കും അന്ന് മാത്യു ചെയ്തത് ആരോടാണ് മത്തായി ആരോടാണ് സംസാരിച്ചത്? യഹൂദന്മാരോടാണ്. ഈ അവരുടെ ഒരു സ്വഭാവമുണ്ട്. എന്താണ്? യഹോവ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ വളരെ റെസ്പെക്ട്ഫുള്ളും ഫിയർഫുള്ളുമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് സ്ക്രൈബേഴ്സൊക്കെ എഴുതുന്നത് തന്നെ അതിനുവേണ്ടി തന്നെ പ്രത്യേകം പേനയുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത്രയ്ക്കും ദൈവം എന്നുള്ള പദം അവർ പരമാവധി ഒഴിവാക്കിയിട്ട് കുറച്ച് ആലങ്കാരികമായിട്ട് സംസാരിക്കും. അപ്പോൾ ദൈവരാജ്യത്തിന് പകരം യഹൂദന്മാർ സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തെ തന്നെ അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞതായും, എന്നാൽ കുറച്ചും കൂടെ വിശാലമായ അർത്ഥത്തിൽ മറ്റ് ജനതകളോടൊക്കെയാണ് ലൂക്കോസും ഒക്കെ പറഞ്ഞത്, മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞതുകൊണ്ട് അവരെല്ലാം ദൈവരാജ്യമെന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞതായും നമുക്കൊന്ന് കരുതാം. അപ്പോൾ അതാണ് സ്വർഗരാജ്യവും ദൈവരാജ്യത്തെ ഞാനിവിടെ തൽക്കാലം ഒന്നായി തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് പദങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും എല്ലാവരും വിളിക്കുന്നത് എന്താണ്? ദൈവമേ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ദൈവമേ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ദൈവമേ എന്ന് വിളിക്കും. ജീവനുള്ള ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ഒരുവൻ മാത്രമേ ഉള്ളൂ. സകലത്തെ സൃഷ്ടിച്ചത് ഒരുവൻ മാത്രമാണ്. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ആ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഈ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഒരു രണ്ട് സർക്കിളുണ്ട്. ഒന്ന്, ഒരു വൈഡർ സർക്കിൾ, എല്ലാവരും വിളിക്കുന്ന ദൈവം. ഈ ദൈവം ആര് തന്നെയാണ്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ രക്ഷകനായ ദൈവം തന്നെയാണ് ഈ ദൈവം. ഈ ദൈവത്തെ തന്നെയാണ് അവർ അറിഞ്ഞോ അറിയാതെ അവരുടെ അറിവിൻ്റെ ലെവലിനനുസരിച്ച് നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് വിളിച്ചത്. ഇന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തെ നമുക്ക് ആ അർത്ഥത്തിൽ നമ്മൾക്ക് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മളും അറിവില്ലാത്തവരൊക്കെ തന്നെയാണ്, നമ്മളും ലിമിറ്റഡ് ഒക്കെ തന്നെയാണ് ഇപ്പോഴും. ആ പൂർണ്ണ അർത്ഥത്തിൽ നമുക്കും ഇന്ന് ദൈവത്തെ അറിയാമോ? ഹലോ, അറിഞ്ഞൂടാ. അത് സമ്മതിക്കണം നമ്മൾ. ദൈവത്തെ ആ പൂർണ്ണമായ അർത്ഥത്തിൽ ഇനിയും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആരും കണ്ടിട്ടില്ലല്ലോ, ഇല്ലേ? പിന്നെ എങ്ങനെയാ നമ്മൾ ദൈവത്തെ അറിയുന്നത്? അതിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഈ ദൈവത്തെ എല്ലാ മനുഷ്യരും വിളിക്കുന്ന ഒരു സർക്കിളുണ്ട്. നമ്മൾ ആ സർക്കിളിലാണോ നിൽക്കുന്നത്, അതോ ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു സർക്കിളിലാണോ നമ്മൾ നിൽക്കുന്നത്? ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്ന, ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ എക്സ്റ്റൻഡഡ് ആമായിട്ട് നിൽക്കുന്നവരാണോ നാം? ഈ രണ്ട് കാറ്റഗറിയാണുള്ളത്. ഒന്ന്, എല്ലാത്തിലും ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന, ദൈവത്തെ അറിയുന്ന ഒരു വലിയ ജനത. മറ്റൊന്ന്, ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദിനവും നേരത്തെ പാടിയെന്ന് തോന്നുന്നു അല്ലേ? യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരെ പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനെ എന്നേശുനാഥ എന്ന് എപ്പോഴും വിളിക്കുന്ന ഒരു കൂട്ടരും. രണ്ട് കൂട്ടരിൽ നമ്മൾ ഏത് കൂട്ടത്തിൽ നിൽക്കുന്നു? യേശുവിനോട് ചേർന്നിരിക്കുന്നവരാണോ? യേശുവിൻ്റെ ഹൃദയം ഇടിപ്പറിയുന്നവരാണോ? യേശു പറയുന്നത് അനുസരിക്കാൻ കഴിയുന്നവരാണോ? തന്നെത്താൻ താഴ്ത്താൻ കഴിയുന്നവരാണോ? ക്രൂശിലെ മരണത്തോളം അനുസരണം കാണിക്കാൻ കഴിയുന്നവരാണോ? നമ്മൾ ശക്തരാണോ? യേശു എത്രത്തോളം ശക്തനായി? അവൻ പിതാവിനോടൊപ്പം മഹത്വത്തിൽ ഇരിക്കാൻ കഴിയുമെങ്കിലും അവൻ തന്നെത്താൻ താഴ്ത്തി കൊണ്ടുവന്നതുപോലെ ആ ശക്തി നമുക്കുണ്ടോ? ആ നീതീകരണം പ്രാപിച്ചവരാണോ നമ്മൾ? ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിൽ ഒരു 5 രീതിയിലാണ് ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു ടോട്ടാലിറ്റികൾ എടുക്കുമ്പോൾ 5 തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, പഴയ നിയമത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണ്? വരാൻ പോകുന്ന ഒരു കാലത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സർവാധിപത്യത്തിൻ്റെ കീഴിൽ വരുന്ന വരാൻ പോകുന്ന ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. എപ്പോൾ പറഞ്ഞു? യേശു ഭൂമിയിൽ വന്നപ്പോൾ, ഇല്ലേ? യേശു ഭൂമിയിൽ ഫിസിക്കലായിട്ട് വന്നപ്പോൾ പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. കാരണം എന്താണ്? കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? യേശു സ്വർഗത്തിലേക്ക് പോയി. പിന്നെയുള്ള കാലം, ഈ കാലം, ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ എവിടെ ഉണ്ട് സ്വർഗരാജ്യം, ദൈവരാജ്യം എവിടെ ഉണ്ട്? നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണെങ്കിൽ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളാണ്.
നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെയാണ് അവൻ നെറ്റ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ഈ തിരുവിതാംകൂർ രാജ്യം എന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയും അല്ലേ. രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയും. എന്താണ് രാജ്യം? ആ ഒരു ടെറിട്ടറിയാണ്, ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണ് രാജ്യം. ആ രാജ്യത്തിൽ കർത്താവ് എന്ത് ചെയ്യുന്നു? അടുത്ത 1000 ആണ്ട് വാഴ്ചയ്ക്ക് വരാൻ പോവുകയാണ് ഫിസിക്കലി. 5-മതോ യുഗായുഗമായുള്ള ഒരു വാസം. അങ്ങനെ 5 മേഖലകളിൽ 3-മത്തെ മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ത്? ഹൃദയങ്ങളിൽ വസിക്കുന്ന ദൈവരാജ്യം, ഹൃദയങ്ങളിൽ വിസ്തൃതമാകുന്ന നമ്മുടെ പ്രവൃത്തി. നമ്മൾ പിടിച്ചടക്കാൻ പോകുന്നത് ഒരു രാജ്യത്തെ അല്ല, ഒരു ജോഗ്രഫിക്കൽ ഏരിയ അല്ല. നമ്മൾ പിടിച്ചടക്കുന്നത് ഹൃദയങ്ങളെയാണ്. ഈ രാജ്യം വർദ്ധിക്കുന്നത് ഹൃദയങ്ങളിലൂടെയാണ്. ഹൃദയങ്ങൾക്കാണ് മാറ്റം വരേണ്ടത്, ജീവിതങ്ങൾക്കാണ് രൂപാന്തരം വരേണ്ടത്. അങ്ങനെ മാറ്റം വരാൻ വേണ്ടിയാണ് നമ്മളെ തന്നെ ഒഴിക്കേണ്ടത്. കർത്താവ് എന്തിനു വേണ്ടി തന്നെ താൻ ഒഴിച്ചു? എന്തിനു വേണ്ടി ഒഴിച്ചു? നമ്മെ നീതീകരിക്കാൻ. നമ്മുടെ വാക്യം എന്താണ്? എൻ്റെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിഞ്ഞില്ലെങ്കിൽ എനിക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല. അപ്പോൾ എന്നെ നീതീകരിച്ചത് ആരാണ്? യേശുവാണ്. വെളിപാട് പുസ്തകം 22:11. റെവലേഷൻസ് 22:11. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. എന്താണ്? അനീതി ചെയ്യുന്നവൻ എന്ത് ചെയ്യണം? അനീതി ചെയ്തോട്ടെ. പക്ഷേ അടുത്തെന്താണ് പറയുന്നത്? അതിൻ്റെ അടുത്ത അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ എന്ന് പറയുന്നു. അനീതിയും നീതിയുമാണല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ അടുത്തെന്താണ് പറയുന്നത്? അനീതിയുടെ ഓപ്പോസിറ്റ് എന്താണ്? നീതിമാൻ. നീതി ചെയ്യുന്നവനെന്നല്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നീതിമാൻ എന്ത് ചെയ്യണം? നീതി ചെയ്യട്ടെ. അപ്പോ നീതി ചെയ്യുന്നത് കൊണ്ടല്ല നമ്മൾ നീതിമാനായത്, നീതിമാനായതുകൊണ്ടാണ് നമ്മൾ നീതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നു? നമ്മൾ ഒരിക്കലും നീതിമാനാകുന്നത് നമ്മുടെ നീതി പ്രവൃത്തികൾ കൊണ്ടല്ല. പകരം യേശു നമ്മെ സ്വന്തം ജീവൻ കൊടുത്ത് നീതീകരിച്ച് വിശുദ്ധൻ എന്ന പദവി തന്ന് നീതിമാൻ എന്ന വാക്ക് നമ്മുടെ മേൽ ഇട്ടതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നീതീകരിക്കപ്പെട്ടത്. അങ്ങനെ നീതിമാനായവരെന്ത് ചെയ്യണം? അത് അവിടെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. എന്താണ്? നീതി ചെയ്യണം. ഇപ്പൊ നീതീകരിക്കപ്പെട്ട നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ്? ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണം. നമ്മൾ നീതീകരിക്കപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും നീതി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ വാക്യം എന്താണ്? 5:20. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പോൾ നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ് റെസ്പോൺസിബിലിറ്റി? നമ്മൾ എന്താണ്? നീതി ചെയ്യണം. നേരത്തെ ആന്റി അവസാനം വായിച്ചു. എന്താണ്? ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. പ്രതിഫലവുമായിട്ട് കർത്താവ് വരികയാണ്. എന്താണ്? അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ആണ് അവൻ പ്രതിഫലം തരാൻ പോകുന്നത്. പൗലോസ് ഒരു പ്രതിഫലത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യം പറയുന്നതും കൂടെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. 1 Corinthians 9:23-25 വരെ. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഓക്കെ, ഞാൻ ഈ ഇടയ്ക്കായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും കയറി വരുന്ന ഒരു വാക്യമാണിത്. ഇവിടെ ഞാൻ പറയാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഈ വാക്യം ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വാക്യം എടുത്തത്. നമ്മുടെ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ അവൻ വരുന്നുണ്ട്, ഇല്ലേ? പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രവൃത്തി, പൗലോസ് ഇവിടെ പറയുക,
നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയണം. എന്താണ്? എല്ലാം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. അപ്പൊ എൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സകല പ്രവൃത്തിയും ബേസ്ഡ് ഓൺ എന്താണ്? ഇവാഞ്ചലിസം ആണ്, അല്ലെ? നമ്മുടെ ഏത് പ്രവൃത്തിയാണെങ്കിലും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുവിശേഷീകരണമാണ് എൻ്റെ പ്രവൃത്തിയുടെ നട്ഷൽ. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? സുവിശേഷ നിമിത്തം. സുവിശേഷ നിമിത്തവും സുവിശേഷത്തിനായും. എന്താണ് സുവിശേഷ നിമിത്തം? എന്താണ് സുവിശേഷ നിമിത്തം പറയാനുള്ള കാരണം എന്താ? സുവിശേഷം എന്താ സുവിശേഷം? നല്ല വാർത്ത. അത്രേ ഉള്ളൂ. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടിയാണ്. ആ ജീവൻ എൻ്റെ ജീവന് മറവിലായതുകൊണ്ടാണ്. ആ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു എന്ന് കേട്ടു, ഞാൻ വിശ്വസിച്ചു, രക്ഷ പ്രാപിച്ചു. ഇന്ന് ഞാൻ നീതിമാനായി ജീവിക്കുന്നു. ദാറ്റ് ഈസ് സുവിശേഷ നിമിത്തം. ഇനി സുവിശേഷത്തിനായി അടുത്ത എൻ്റെ ഓരോ റെസ്പോൺസും എന്താണ്? എൻ്റെ പ്രവൃത്തികൾ എന്താണ്? ഞാനിവിടെ ഞായറാഴ്ച വരുന്നത് എന്തിനു വേണ്ടിയാ? സുവിശേഷത്തിനായാണ്. ഇവിടെ ഞാൻ വരുന്നത് സുവിശേഷത്തിനായിട്ടാണ്. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വർത്താനം പറയുന്നത് സുവിശേഷത്തിനായാണ്. നേരെ ഓട്ടോയിൽ കയറി വീട്ടിൽ പോകുന്നത്, വീട്ടിൽ സംസാരിക്കുന്നത്, നാളെ ഓഫീസിൽ പോകുന്നത്, നാളെ മുഴുവൻ പ്രവൃത്തി ചെയ്യുന്നത്, സകലതും നമ്മൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നടക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും സകലതും സുവിശേഷത്തിനായിട്ടാണ്. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടത് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ഞാൻ ചെലവിടുന്നത്, ഞാൻ അധ്വാനിക്കുന്നത്, ഞാൻ സമ്പാദിക്കുന്നത്, ഇത് സുവിശേഷത്തെ ഹനിക്കുന്നതാണോ സുവിശേഷം നിമിത്തമാണോ എന്ന് നമ്മൾ എപ്പോഴും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പൗലോസ് അങ്ങനെ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്താലും എന്തിനു വേണ്ടിയാണ്? സുവിശേഷ നിമിത്തമാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അടുത്ത വാക്യം വളരെ പ്രധാനം, 24. എന്ത്? ഓട്ടക്കളത്തിൽ ഓടുന്നവൻ അനേകരാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ. ഏത് ഓട്ടക്കളം? സുവിശേഷീകരണം എന്ന് പറയുന്ന ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും സുവിശേഷത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഓട്ടക്കളത്തിൽ അനേകർ എന്ന് പറയാൻ നമ്മളെല്ലാവരും ഓടുകയാണ്, ഒരു റേസിലാണ്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ റേസ്? എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ മറ്റുള്ളവനെ തകർക്കണം, അല്ലെങ്കിൽ എങ്ങനെയും ജയിക്കണം. അത് ലോകത്തിന്റെ ഓട്ടം നമ്മുടെ ഓട്ടം എന്തിനു വേണ്ടിയാണ്? ഈ സമ്പാദിക്കുന്നതിനൊന്നും തെറ്റൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ കിട്ടുന്ന സാലറി എന്നൊക്കെ ഞാനും സമ്പാദിക്കും, എല്ലാം മിച്ചം വയ്ക്കും, ഇതൊന്നും കുഴപ്പമായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ, എൻ്റെ ഹൃദയം എവിടെ ഇരിക്കുന്നു? അവിടെ എൻ്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് എൻ്റെ ഹൃദയവും ഇരിക്കും. എൻ്റെ നിക്ഷേപം എവിടെയാണ്? സുവിശേഷത്തിൽ. എൻ്റെ നിക്ഷേപം സുവിശേഷത്തിൽ. അപ്പോൾ എൻ്റെ നിക്ഷേപം സുവിശേഷത്തിലാവുന്നത് കൊണ്ട് ഈ ഓട്ടക്കളത്തിൽ ഞാൻ ഓടുമ്പോൾ അനേകരോടൊപ്പമാണ് ഞാൻ ഓടുന്നത്. എല്ലാവരും ഓടുക, നമ്മളെല്ലാവരും ഓടുകയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ? അടുത്തെന്താ പറഞ്ഞു? ഒരു ഡേഞ്ചർ ഉണ്ട് അവിടെ. എന്താണ്? ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള ഈ ഓട്ടത്തെ ഓടുമ്പോൾ ആരാ ജയിക്കുള്ളൂ? ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. യേശുവാണ് ആ വ്യക്തി. യേശുവിന് മാത്രമേ ബിരുദ പ്രാപിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ എന്താവും? നമ്മൾ ആരായി? പിന്നെ എന്തിനാ ഈ കിടന്ന് ഓടുന്നേ? നമ്മൾ എന്തിനാ ഈ കിടന്ന് ഓടുന്നേ? പേടിക്കണ്ട, അടുത്ത വാക്യം എന്താ പറയുന്നേ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടിയാ മതി. ഇപ്പൊ ആശ്വാസമായി. ഞാൻ പറഞ്ഞു വന്നപ്പോൾ വിചാരിച്ചു എല്ലാം തകർന്നു എന്ന്. പക്ഷെ ഇപ്പൊ ആശ്വാസം. എന്താണ്? നമ്മൾ ഓടുമ്പോ എങ്ങനെ ഓടണം? പ്രാപിപ്പാൻ തക്ക. ആര് പ്രാപിച്ചു? ആര് പ്രാപിച്ചു? യേശു പ്രാപിച്ചു. ബിരുദ പ്രാപിച്ചവൻ ഒരുവൻ. ആരാ? യേശു ഓടിയതുപോലെ നമ്മൾ ഓടണം. സുവിശേഷം എന്താ? നേരത്തെ പറഞ്ഞു, ജീവനെ കൊടുത്ത് ആ ജീവൻ എൻ്റെ ജീവനാണെന്ന് ഏറ്റെടുക്കുന്നത് സുവിശേഷം. ആ സുവിശേഷത്തിന് വേണ്ടി ജയിച്ച ആളാരാ? യേശു. കൂടെ ഓടുന്നതാരാ? ഞാൻ എങ്ങനെ ഓടണം? യേശു ഓടിയതുപോലെ ഓടണം.
ഇത് കഠിനവാക്ക്, നിങ്ങൾക്കും എന്നെ വിട്ടു പോകാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചതുപോലെ എനിക്ക് ചോദിക്കണമെന്ന് എന്നോടും ചോദിക്കണമെന്നുണ്ട്. കർത്താവ്, ഇത് കുറച്ച് കടുപ്പമാണ്. പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ ഓടണം. പ്രാപിപ്പാൻ തക്കവണ്ണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെല്ലാവരും 100 മീറ്റർ ഓടുന്നു അല്ലേ? 100 മീറ്റർ ഓടാൻ വേണ്ടി നിൽക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മാൻ ആരാണ്? ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള മനുഷ്യൻ ആരാ? ഉസൈൻ ബോൾട്ട്. ഉണ്ടോ? അങ്കിള് വളരെ അപ്ഡേറ്റഡ് ആണ്. ഉസൈൻ ബോൾട്ട് ആണ് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള മനുഷ്യൻ. 100 മീറ്റർ വണ്ടർഫുൾ 9.58 കൊണ്ട് ഓടി ആളാണ്. ലോകത്തിലെ ഭയങ്കര ധനാഢ്യന്മാരിൽ ഒരാളാണ്. സ്വന്തമായിട്ട് ജെറ്റ് പ്ലെയിൻ ഉണ്ടെന്നാണ് തോന്നുന്നത്, ഇല്ല നിങ്ങളെ? കറക്റ്റ്. ജെറ്റ് പ്ലെയിൻ സ്വന്തമായിട്ടുള്ള മനുഷ്യനാണ്. ഏറ്റവും വേഗതയിൽ ഓടുന്ന മനുഷ്യനാണ്. ക്ലിയർ. അദ്ദേഹത്തോടൊപ്പം ആരോടിയാലും എന്ത് ചെയ്യും? തോറ്റുപോകും. ശരിയല്ലേ? അദ്ദേഹം ഇത്രയും ധനാഢ്യനായതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഏറ്റവും വലിയ ഡ്രസ്സിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് ഇവിടെ കിട്ടാൻ പറ്റുന്ന ഒരു റെയ്മണ്ട്സ് എന്ന് നമുക്ക് തൽക്കാലം എടുക്കാം. റെയ്മണ്ട്സിന്റെ നല്ലൊരു കോട്ടൊക്കെ ഇട്ട്, നല്ലൊരു വുഡ്ലാൻഡിന്റെ നല്ല ഷൂ ഒക്കെ ഇട്ട്, നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്, നല്ലൊരു ഹാറ്റും ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഉസൈൻ ബോൾട്ട് ഓടുന്ന കണ്ടിട്ടുണ്ടോ? ഹലോ. ഓട്ടക്കളത്തിൽ അയാൾ നിൽക്കുമ്പോൾ അയാൾ ഈ വേഷമെല്ലാം എടുത്ത് കളയും. അയാളുടെ ജെറ്റ് പ്ലെയിൻ എല്ലാം മാറ്റിവെക്കും. സകലതും മാറ്റിവെച്ചിട്ട് ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് ഭാരങ്ങളെല്ലാം ഒഴിച്ച്, മുറുകെ പറ്റുന്ന ഭാരവും പാപവും സകലതും മാറ്റി ഓട്ടക്കളത്തിൽ ഓടുന്നത് പോലെ ലക്ഷ്യത്തിലേക്ക് നോക്കി അവൻ ഓടും. നമ്മളും ഓടും. എന്തായാലും ഉസൈൻ ബോൾട്ടെ ജയിക്കാൻ പോകുന്നുള്ളൂ എനിക്കറിയാം. പിന്നെ ഇത്തിരി ജാടയൊക്കെ ആകാം നമുക്ക്. അങ്ങനെയാണ് നമ്മൾ ഓടേണ്ടത്. നമ്മളും എങ്ങനെ തന്നെ ഓടണം? ഈ ഭാവം തന്നെ ധരിക്കണം. ഏത് ഭാവം? ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നമ്മളും ധരിക്കണം. ആ വേഷം തന്നെ നമ്മൾ ധരിക്കണം. ക്രിസ്തു യേശുവിൻ്റെ ഭാവമാണ് നമ്മൾ ധരിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന്. ആദ്യത്തെ ഒളിമ്പിക്സിൽ അങ്ങനെയായിരുന്നു അല്ലേ? ഒലിവ് ഇലയുടെ ക്രൗണാണ് വെച്ചു കൊടുത്തിരുന്നത്. ആ ക്രൗണും വെച്ച് വളരെ രാജാവിൻ്റെ മുമ്പിൽ രാജാവ് വെച്ചു കൊടുക്കുന്ന ക്രൗണാണ്. അത് വാടിപ്പോകും. പക്ഷേ നമ്മൾ ഓടുന്ന എന്തിനു വേണ്ടിയാ? വാടാത്ത കിരീടം പ്രാപിക്കാൻ വേണ്ടി. വാടാത്ത കിരീടം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഓടുമ്പോൾ നമ്മളുടെ ലിമിറ്റേഷൻസ് എല്ലാം അറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, ഓട്ടം തികച്ചു നിൽക്കുന്നത്. ആ ക്രിസ്തുവിനെ നോക്കിയിട്ടാണ് നമ്മൾ ഓടേണ്ടത്. അവൻ ഓടിയതുപോലെയാണ് നമ്മൾ ഓടേണ്ടത്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. കർത്താവ് ഓടിയതുപോലെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ദാസവേഷമെടുത്ത് ക്രൂശിനോളം അനുസരണം കാണിച്ചെങ്കിൽ ആ ക്രൂശീകരണത്തോട് നമ്മളും എത്രത്തോളം താദാത്മ്യം പ്രാപിക്കുന്നു. നീതീകരണത്തിൽ നീതി എന്ന പദത്തിന് ഒരു പ്രശ്നമുണ്ട്. നീതി എന്ന പദത്തിന് ഒരു പ്രശ്നമുണ്ട്. എന്താണ് നമ്മൾ നീതിയെക്കുറിച്ച് പറയുന്നത്? നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് അനീതിയാണ്, ഇത് അക്രമമാണ്, ഇത് അനീതിയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്? പറയൂ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് അനീതിയാണെന്ന് പറയുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു കാര്യത്തെ നമ്മൾ പറയുന്നു ഇത് അനീതിയാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇവിടെ മാത്യു ബ്രദർ വന്ന് ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ ഇരിക്കുന്നു. ഇത് അനീതിയാണെന്ന് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയും? അവിടെ ഒരു ബോർഡ് വച്ചിരിക്കുകയാണ്. എന്താണ് ഇവിടെ ഇരിക്കേണ്ടത്? മുഖ്യമന്ത്രിക്ക് ഇരിക്കേണ്ടെന്ന കസേര എന്നവിടെ എഴുതി വച്ചിരിക്കുന്നു. അവിടെ മാത്യു ബ്രദർ വന്നിരിക്കുന്നു. അത് അനീതിയാണ്. ആര് വന്ന് പറയും? ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പറയും അവിടെ നിന്ന് ഒന്ന് മാറിയിരിക്കണം എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിടെ എഴുതി വെച്ചു, പ്രോട്ടോകോൾ, നിയമം എഴുതി വെച്ചു. ഒരു ന്യായ പ്രമാണമുണ്ടായി. ആ ന്യായ പ്രമാണത്തെ ഫോളോ ചെയ്തപ്പോൾ അവിടെ എന്തുണ്ടായി? അനീതിയായി. അത് ഇപ്പം ന്യായം, നീതി, 2 പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ ഈ ന്യായത്തെ പിന്തുടർന്ന ജനതയാണ് ആര്? ഇസ്രായേൽ ജനം.
അവർ ആ ന്യായത്തെ പിന്തുടർന്ന് പോയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റിയില്ല? നീതീകരിക്കപ്പെട്ടില്ല. ന്യായപ്രമാണത്തെ കൊടുത്ത കർത്താവ് ന്യായപ്രമാണം ആചരിക്കാൻ വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത കർത്താവ് അവരിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചപ്പോ നീതി അവർ ചെയ്തില്ല. അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് വിട്ടുപോയി, താണുപോയി. അപ്പോൾ കർത്താവിന് മനസ്സിലായി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നീതീകരിക്കപ്പെടാൻ പറ്റില്ല. നീതീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അവരെന്ത് ചെയ്തു? ന്യായപ്രമാണത്തെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ന്യായപ്രമാണം വെച്ചിട്ട് എന്ത് ചെയ്തു? അതിനനുസരിക്കാൻ, അതിനെ ആചരിക്കാൻ, അത് ചെയ്യാൻ. അതിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും അഴിഞ്ഞു പോവുക ഇല്ല. ആര് തന്നെ പറഞ്ഞു? യേശു തന്നെ പറഞ്ഞു. പകരം യേശു എന്തിനു വന്നു? അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ അവസാനം യേശുവാണ്. ആ യേശുവിലൂടെ അല്ലാതെ ഒരു നീതീകരണമില്ല. ഇനി ന്യായപ്രമാണത്തെയും കൊണ്ടുവന്നാൽ ആ ഓട്ടം യേശു ഓടിയ ഓട്ടമല്ല. യേശു ഓടിയ ഓട്ടം യേശു തന്ന നീതീകരണത്തിലുള്ള ഓട്ടമാണ്, ശരിയായ സുവിശേഷത്തിനായിട്ടുള്ള ഓട്ടം. നിങ്ങൾ കൃത്യമായി സമത പാസ്റ്റർ ആണെന്ന് തോന്നുന്നു റോമൻസ് പഠിപ്പിച്ചത് അല്ലേ? ശരിയാണെന്ന് തോന്നുന്നു. അതില് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് എവിടെ തപ്പിയാലും നമ്മുടെ കണ്ണിൽ അത് ഉടക്കിയിരിക്കും. ഇന്ന് പോയി ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ റോമൻസ് വായിക്കണം. റോമൻസ് ഒന്ന് വായിക്കണം. അവിടെ ആ നീതീകരണത്തിൻ്റെ വ്യവസ്ഥകളെല്ലാം കർത്താവ് എങ്ങനെ, ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, സമയമില്ല, 5 മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. വാക്യങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് കൊരിന്ത്യൻസ് അല്ല, റോമൻസ് 3:20. ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ ഒരു ജഡവും, നമ്മൾ പറയുന്ന പ്രമാണങ്ങൾ വെച്ചിട്ട്, നിങ്ങൾ ന്യായം വെച്ചിട്ട്, നിയമം വെച്ചിട്ട് നമ്മൾ വ്യക്തിയെ അളക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ജഡവും ഒരു മനുഷ്യനും എന്താകില്ല? നീതീകരിക്കപ്പെടില്ല, നീതിമാനാവുകയില്ല, നീതീകരിക്കപ്പെടുകയില്ല. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? വിശ്വാസത്താൽ. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. ദാവീദ് പ്രവൃത്തി കൂടാതെ വിശ്വാസം നിമിത്തം നീതീകരിക്കപ്പെട്ട ഒരു ജനതയെ നോക്കി അനുഗ്രഹിച്ചുകൊണ്ട് പഴയ നിയമത്തിൽ തന്നെ പറയുന്നു. അദ്ദേഹത്തെ കുറിച്ചല്ല, വരാൻ പോകുന്ന ഒരു തലമുറ. ഏത് തലമുറ? നമ്മൾ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ എന്നുമുള്ളത്. എന്തിനീ പാട്ട് പാടി? കഴിയാത്തതിനെ കഴിച്ചത് എനിക്ക് സാധിച്ചു തന്നത് ഈ കർത്താവാണ്. ഇത്രയും നിങ്ങൾ ബോറടിച്ച് വിഷമിച്ച് കഷ്ടപ്പെട്ടിരുന്നതിനെ ഇത്രയും കേട്ടപ്പോൾ തന്നെ കർത്താവ് ഇതാർക്ക് കഴിയത്? കഠിനോപദേശം, എനിക്കൊന്ന് എണീറ്റ് പോയാൽ കൊള്ളാം എന്ന് പറഞ്ഞിരുന്നതിനെ, സാധിക്കാത്തതിനെ സാധിപ്പിച്ചു തന്നത് നല്ലവനായ യേശു ആയതുകൊണ്ടാണ് നമ്മൾ ആ പാട്ട് പാടിയത്. അബ്രഹാം, ദാവീദ്, ഇവരൊക്കെ പറഞ്ഞു. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എപ്പോഴാ? പരിച്ഛേദനയ്ക്ക് മുമ്പ്, ന്യായപ്രമാണത്തിന് മുമ്പ് നീതീകരിക്കപ്പെട്ടു. വിശ്വാസത്താലാണ് അവൻ നീതീകരിക്കപ്പെട്ടത്. നമ്മുടെ നീതി അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നീതീകരിക്കപ്പെടാൻ പറ്റുള്ളൂ. പരീശന്മാരും ശാസ്ത്രിമാരും ഓരോ വാക്കായിട്ട് എഴുതി. നിങ്ങൾ പതാരം കൊടുക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം, നിങ്ങൾ ഉടുപ്പിടുമ്പോൾ എങ്ങനെ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി കൊടുത്തു അവർക്ക്. ഇത് ചെയ്യുന്നവൻ ഇത് നിമിത്തം നീതീകരിക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും നമ്മൾ പ്രവൃത്തിയിലല്ല ആശ്രയിക്കേണ്ടത്, നീതിമാനായ യേശുവിൽ ആശ്രയിക്കണം. അവൻ്റെ നീതിയിൽ വിശ്വസിക്കണം. ആ വിശ്വാസത്തെ അവൻ നീതിയായി കണക്കിടും. നീതിയുടെ പ്രവൃത്തി, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ നിന്ന് ഉളവാകണം. അതുകൊണ്ട് തോന്നും പോലെ നടക്കാമെന്നാണോ? ന്യായപ്രമാണം മാറി, നീതീകരണമാണ്, കർത്താവ് എന്നെ നടത്തുമെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാമെന്നാണോ? അല്ല. 6:1 പറയുന്നു, പാപം ചെയ്യരുത്. 6:13-14 അവയവങ്ങളിൽ പാപം കർത്തൃത്വം നടത്തരുത്. നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളാക്കണം. നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളാക്കണം. അപ്പൊ അശുദ്ധി അവിടെ പറ്റില്ല. നീതി പോലെ തന്നെ അടുത്ത ഒരു പദമുണ്ട് അവിടെ, വെളിപാടിൽ പറഞ്ഞു അല്ലേ? എന്താണ്? വിശുദ്ധൻ തന്നെ
വിശുദ്ധീകരിക്കട്ടെ എന്നാണ്. അപ്പോൾ അവിടെ വിശുദ്ധിയും പ്രധാനമാണ്. പക്ഷെ ഞാൻ നീതി എന്ന പദം മാത്രമേ ഞാൻ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ആ വിശുദ്ധി പ്രധാനം തന്നെയാണ്. അപ്പൊ എങ്ങനെ സാധിക്കും? 8 പറയുകയാണ്, എന്താണ്? ആത്മാവിനാൽ അല്ലാതെ ഇത് സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഈ നീതീകരണം പ്രാപിക്കുവാൻ നമുക്ക്, അല്ലെങ്കിൽ ഈ ശക്തിയോടെ നടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ റോമൻസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വിശ്വാസത്തിന്റെ നീതി ഉണ്ടാകുകയാണ്. അപ്പൊ ഇവിടെ 2-3 നീതികളുണ്ട്. ഒന്ന് സ്വന്തം നീതി, മറ്റൊന്ന് ദൈവത്തിന്റെ നീതി, ഇല്ലേ? ഈ ദൈവരാജ്യം നിമിത്തം, ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവരാജ്യത്തിലാണോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് എന്താണ്? ലിറ്റ്മസ് എന്താണ്? എന്നിൽ എന്തുണ്ട്? നീതി, പിന്നെ സമാധാനം, പരിശുദ്ധാത്മാവിലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്? ദൈവരാജ്യത്തിലാണ്. അപ്പൊ നമ്മൾ ദൈവരാജ്യത്തിലാകണം. 2 മിനിറ്റ് കൊണ്ട് ആ വാക്യം കൂടെ പറഞ്ഞ ശേഷം നിർത്താം. മാത്യു 5:3 മുതൽ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കി, നമ്മളെല്ലാം ചിന്തിച്ചു, കർത്താവ് ഇത് കഠിന വാക്ക്, ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. എന്താണ് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും കഴിയാത്തത് എങ്ങനെ എനിക്ക് കഴിയുന്നത്? എന്നെ കൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഞാനിങ്ങനെ കുറെ നീതിയോടെയൊക്കെ നടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ പറ്റില്ല കർത്താവെ എന്ന് പറയുന്ന ആത്മാവിലെ ദാരിദ്ര്യം സൂക്ഷിക്കുകയാണെങ്കിൽ, ആത്മാവിൽ ഞാനൊരു ജയന്റ് ആണെന്ന് പറയുന്നതിലല്ല, ആത്മാവിലെ ദാരിദ്ര്യം സൂക്ഷിച്ചാൽ നമ്മൾ എന്താവും? ഹലോ, സ്വർഗരാജ്യത്തിൽ പോകുന്നു. നമ്മൾ ശക്തിയുള്ളവരാണ്, നമ്മൾ അതാണ് ഇതാണെന്ന് പറയുന്നതിലല്ല. കർത്താവേ, അങ്ങേ കൂടാതെ എനിക്കൊന്നും കഴിയുകയില്ല കർത്താവേ, നീ എന്നോട് ചേർന്ന് നടക്കണം കർത്താവേ, ദിനവും യേശുവിൻ്റെ കൂടെ. 2-ാമത്തെ വാക്യം, അത് ചെയ്യുമ്പോ നമുക്ക് എന്തുണ്ടാകും? ദുഃഖിക്കുന്നവർ അങ്ങനെ ഒരു ദുഃഖം ഉണ്ടാവും നമുക്ക്. മറ്റുള്ളവരെല്ലാം നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത്? നമ്മളെ ജയൻസ് ഇങ്ങനെ പറയും. അവരെല്ലാം എന്താ വളരെ പവർഫുൾ ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ മാത്രം എങ്ങനെ ജീവിക്കുകയാണ്? കർത്താവിനെ മാത്രം നോക്കി, അവൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ച്, അവനെ മാത്രം മുറുകെ പിടിച്ച്, അവനോട് മാത്രം ചേർന്ന് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് മറ്റു തരത്തിലൊക്കെ ഉള്ള ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ദുഃഖിക്കുന്നവർ, കർത്താവ് ഇവിടെ വന്നപ്പോൾ ദുഃഖിച്ചു. എങ്ങനെ? കണ്ണുനീരോടെ അഭയാചന ചെയ്തു. ഭയഭക്തി നിമിത്തം മറുപടി ലഭിച്ചു. എന്ത് മറുപടിയാണ് ലഭിച്ചത്? ഹലോ, കർത്താവിന് എന്ത് മറുപടിയാണ് ലഭിച്ചത്? ക്രൂശ്. കർത്താവിന് ലഭിച്ച മറുപടി എന്തായിരുന്നു? ക്രൂശാണ് കർത്താവിന് ലഭിച്ച മറുപടി. അവിടെ സന്തോഷമായിരുന്നോ? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം, എറ്റേണൽ റെസ്റ്റ് കിട്ടും, നിത്യമായ ആശ്വാസം കിട്ടും. അങ്ങനെയുള്ളവർക്ക് എന്തുവരും? ആശ്വാസം. അഹങ്കാരം വരില്ല. അവരെന്തായിട്ട് മാറും? മീക്കാവും. എന്താവും? സൗമ്യതയുള്ളവരാകും. അങ്ങനെയുള്ളവർ സൗമ്യതയുള്ളവരാകും. ഉയർന്നൊന്നും സംസാരിക്കാനുള്ള ആരോഗ്യം ഇല്ല. എല്ലാത്തിനും അടികൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞാൽ ഇടി, എങ്ങോട്ട് എല്ലാം ക്രൂശാണ്, അല്ലേ? അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാം ക്രൂശ് എന്ന് പറഞ്ഞാൽ ഞാൻ നെഗറ്റീവ് അർത്ഥത്തിൽ പറയുകയല്ല. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. നമുക്ക് വേണ്ടുന്നതെല്ലാം സൗഖ്യം കർത്താവ് തരും. നമുക്ക് വേണ്ടുന്ന ജോലി, വീട്, ഇതെല്ലാം നമുക്ക് കർത്താവ് തരും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. കർത്താവ് അതിനുള്ള വിശ്വാസം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഓട്ടം എന്തിന്? സകലതും ഞാൻ എന്തിനു വേണ്ടിയാണ്? സുവിശേഷ നിമിത്തം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എന്തുണ്ടാകുന്നു? ഞാൻ സൗമ്യനായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ്? അവർ ഭൂമിയെ അവകാശം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അവകാശം നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തിൻ്റെ അവകാശം? ജോഗ്രഫിക്കലായിട്ടുള്ളതല്ല, ജനതയെ നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്തത്, അതിനുവേണ്ടി ഒരു ദാഹം, നീതി നിമിത്തം വിശന്നൊരു ദാഹം ഉണ്ടാകും. എനിക്ക് തൃപ്തി വരും, എനിക്ക് കരുണയുള്ളവനാകും, അപ്പോഴും എനിക്ക് കരുണ ലഭിക്കും. അങ്ങനെ എനിക്ക് ഹൃദയശുദ്ധി ഉണ്ടാകും. ഞാൻ ദൈവത്തെ കാണും, ഞാനപ്പോൾ സമാധാനം ഉണ്ടാക്കും. അപ്പോൾ എന്നെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കും. ഒടുവിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നമുക്കുള്ളതാണ് സ്വർഗരാജ്യം. കർത്താവ് ഇത്രയും വേദന സഹിച്ചത് സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നിത്യതയ്ക്ക് അവകാശിയാകാൻ വേണ്ടിയാണെങ്കിൽ, അതിന് തക്കതുവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തെ ക്രമീകരിക്കണം. എങ്ങനെ ക്രമീകരിക്കണം? പരിശുദ്ധ ആത്മാവിനാൽ.
യേശുവിൻ്റെ നാമത്തിൽ ഓരോ വാക്കും, ഓരോ മനോഭാവവും, ഓരോ ചിന്തയും, ഓരോ നോട്ടവും കർത്താവിൽ മാത്രം ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദത്തിന് വളരെ സെൻസിറ്റീവായിരുന്നാൽ നിത്യത നമുക്ക് ഉറപ്പാണ്. ഇത് ഇന്ന് കർത്താവ് വന്നാൽ പോകുന്നവർ കൈപൊക്ക് എന്ന് പറയുന്ന ടൈപ്പിൽ പറ്റുന്ന കാര്യമല്ല ഇത്. ഇത് അവരവരുടെ ഉള്ളിൽ അറിയേണ്ട കാര്യമാണ്. ഞാൻ ദൈവരാജ്യത്തിലാണോ സ്വർഗരാജ്യത്തിലാണോ എന്ന് സ്വർഗരാജ്യത്തിൽ പോകുമ്പോഴല്ല അറിയേണ്ടത്, പിന്നെ എപ്പോഴും അറിയണം? ഇപ്പോൾ അറിയണം. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഉറപ്പ് കിട്ടണം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണ്. അതിലാണോ നമ്മൾ വസിക്കുന്നത്? ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ കണ്ടിട്ട്, അനീതി കണ്ടിട്ട്, ഇതെല്ലാം കണ്ടിട്ട്, നമ്മളോട് ചെയ്യുന്ന തിന്മ കണ്ടിട്ട്, നിങ്ങളുടെ വലത്തെ ചെകിട്ടത്തിൽ അടിച്ചത് കൊണ്ട് കർത്താവ് എന്തു പറഞ്ഞു? ഹലോ, കർത്താവ് എന്തു പറഞ്ഞു? മറ്റതും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വലത്തെ ചെകിട്ടത്തിൽ അടിച്ചതും കണ്ടിട്ട് നമ്മളിങ്ങനെ മുറുമുറുത്ത് വിഷമിച്ച് അവൻ്റെ അടുത്ത് ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചിരുന്നാൽ അങ്ങ് പോവില്ല. അന്ന് പകരം എന്ത് ചെയ്യണം? ആ മോനെ മറ്റേതും ഇതാ അടിച്ചോ. ഒരു ഉടുപ്പെടുത്തവൻ എന്ത് ചെയ്യണം? പുതപ്പും വിട്ടു കൊടുക്കണമെന്ന്. ബാക്കിയും വായിക്കണേ നിങ്ങൾ. അതും കൂടെ പറഞ്ഞ് നിങ്ങൾ എന്നെ ഓടിക്കും, എനിക്കറിയാം. ഇത് കർത്താവിൻ്റെ വാക്കുകളാണെങ്കിൽ, കർത്താവിനോട് ചേർന്നാണ് നമ്മൾ നടക്കേണ്ടതെങ്കിൽ സഭയായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. കർത്താവെ, നിന്റെ കരുണ കൊണ്ടല്ലാതെ ഇതൊന്നും സാധിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം അവിടെ നിന്ന് നടത്തി അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വാക്കിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതനുസരിക്കുവാൻ, പാലിക്കുവാൻ കർത്താവെ അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ധാരാളം പകരണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണം. അവിടുത്തെ രക്തത്താൽ അവിടെ നിന്ന് കഴുകി വിശുദ്ധീകരിച്ച് കർത്താവെ വാഗ്ദത്തത്തിന് അവകാശിയാക്കി പുത്രൻ എന്ന പേര് വിളിച്ചു. ഇതൊക്കെയും ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയണം. ഞങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. സകലതും അംഗം പൊരുതുന്നവൻ സകലത്തിലും വർജനമാചരിക്കുന്നത് പോലെ ഞങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവാൻ തക്ക ദൈവകൃപ, കർത്താവെ, ആ ഏകാഗ്രത, ക്രിസ്തുവിലുള്ള ശ്രദ്ധ, അങ്ങയോട് ചേർന്ന് നടക്കുവാനുള്ള ദൈവകൃപ യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് പകരണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയായിട്ട് അതിനുവേണ്ടി താഴ്ത്തുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നു. ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഞങ്ങൾ കർത്താവെ താഴ്ത്തി സമർപ്പിക്കുന്നു. വേണ്ടുന്ന കൃപ ധാരാളം പകരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.